ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗീ പറാട്ടയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പറാട്ടയാണ്. ദിവസവും ചപ്പാത്തി, നോർമൽ ചപ്പാത്തിയൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടേ. അപ്പോൾ ഇന്ന് നമുക്ക് ഗീ പറാട്ട തയ്യാറാക്കാം. അപ്പോൾ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ. അതിനായി നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോതമ്പാവ് എടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഗോതമ്പാവ് എടുത്തുള്ളൂ കേട്ടോ. ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ വെള്ളം യൂസ് ചെയ്ത് ഇത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഒരു സോഫ്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കെടുത്ത് ഒരു 2 to 3 മിനിറ്റ് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു കുഞ്ഞു നമുക്ക് ചപ്പാത്തിയുടെ എത്ര വലിപ്പം വേണം അതനുസരിച്ച് നമുക്ക് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. എല്ലാം ബോൾസ് ഞാൻ ഇവിടെ ഈ ഒരു രീതിയിൽ നമ്മൾ ബോൾസ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം മാവ് നമ്മൾ പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പൊടിയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു പൂരിയുടെ വലുപ്പത്തിൽ നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് പരത്തിയെടുക്കാം. ശേഷം ഒരു പരത്തിയതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്തിൽ ഓരോ ഭാഗം നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ പുരട്ടിയതിന് ശേഷം 2 സൈഡ് വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ എടുത്തതിന് ശേഷം വീണ്ടും മാവിലോട്ട് ഡിപ്പ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് പരത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, അതിൻ്റെ കനം നല്ല തിന്നായിട്ട് തന്നെ ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തി പരത്തിയെടുത്തതിന് ശേഷം ഞാനിവിടെ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തവ ചൂടായതിന് ശേഷം നമുക്ക് ഒരു ചപ്പാത്തി നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് തിരിച്ചിടാം. നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഈവൻലി ഒന്ന് കുക്കാവുന്നിടം വരെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ തിരിച്ചിടാം, അല്ലെങ്കിൽ ഒരു സ്പാച്ചില യൂസ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ചുട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ആവശ്യമനുസരിച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ ഗീ പറാട്ടയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഗീ പുരട്ടി കൊടുക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഗീ പറാട്ട. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കി പറാട്ടയും എല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഓരോ ഗീ പറാട്ട തയ്യാറാക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു ഗീ പറാട്ട ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നോക്കിക്കോളൂ, നിങ്ങൾ ആ കാണുമ്പോൾ തന്നെ അതിൻ്റെ ടെക്സ്ചർ നോക്കിക്കോളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ അതേ സെയിം രീതിയിൽ തന്നെയാണ് ആ ഒരു ചപ്പാത്തി ഇരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ്നെസ് ആണ് നമ്മുടെ ഈ ഒരു ഗീ പറാട്ട. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആ ലെയേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കോളൂ, നമ്മളിത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ചൂടുണ്ട്, അതുകൊണ്ട് മുറിക്കാനും പാടായിരുന്നു കേട്ടോ. അപ്പം എന്താ നോക്കിക്കോളൂ, ആ ലെയേഴ്സൊക്കെ ഉൾഭാഗമെല്ലാം നന്നായിട്ടൊന്ന് ഈവൻലി കുക്കായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ലെയേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചപ്പാത്തി, അതായത് ഗീ പറാട്ട ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് ഫോളോയും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുത്തേണ്ടവർ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.